ഹലോ നമസ്കാരം, ദിവ്യാസ് ഡ്രീം ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം തികയാണ്. അപ്പോൾ ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നീണ്ട ജേണിയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആ നീണ്ട ജേണി നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയോ എന്നുള്ള ആ ഒരു വലിയ ചോദ്യത്തിൻ്റെ ഉത്തരവും ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണവും തുടങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള മാറ്റങ്ങളും ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോണത്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ പിന്നിലത്തെ കഥയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ക്രൈസായിരുന്നു. അതായത് ഞാൻ എവിടെ പോയാലും ഈ ആൾക്കാരുമായിട്ടൊക്കെ സെൽഫി എടുക്കാനും പിന്നെ എവിടെ പോയാലും ചുമ്മാ വീഡിയോ എടുത്ത് സ്റ്റാറ്റസ് ഇടാനൊക്കെ ഞാൻ മിടുക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇത് പരിപാടി തുടങ്ങിയത്. കോവിഡ് സമയത്താണ്. കോവിഡ് തുടങ്ങി ആ ഒരു ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ പണിയൊന്നുമില്ലാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നുമില്ലല്ലോ, ടിക്ടോക്ക് എടുത്ത് അങ്ങോട്ട് കണ്ട് ചുമ്മാ അതിൽ പിന്നെ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. അപ്പം ഞാൻ അന്ന് വീഡിയോസൊക്കെ ഇടുന്നത് ഒരു മനുഷ്യന് പോലും അറിഞ്ഞുകൂടായിരുന്നു. പോരാഞ്ഞിട്ട് എൻ്റെ കെട്ടിയവൻ ചോദിക്കുമായിരുന്നു, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ പെണ്ണേ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. അതൊക്കെ കേട്ട് മടുത്ത് എന്നിട്ടും ഞാൻ വീണ്ടും വീഡിയോസ് ഇടുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമൊക്കെ കുറച്ച് അഭിനയിച്ചൊക്കെ ഉള്ള വീഡിയോസൊക്കെ ആയിരുന്നു, പാട്ടും ഗാനങ്ങളും ഒക്കെ. പക്ഷേ ആ അഭിനയമൊന്നും ആരും കണ്ടില്ലായിരുന്നു. വ്യൂസൊക്കെ 100ഉം 50ഉം ഒക്കെ വളരെ വളരെ എന്താണ് ശോചനീയ അവസ്ഥയിൽ കൂടെ ആയിരുന്നു എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് ആദ്യത്തെ തുടക്കത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ അതിലിട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ക്ലിക്കായി, ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം മാറി ഈ ഓൺ വോയിസിലോട്ടായി. പിന്നെ നമ്മൾ കമൻസ് ഒക്കെ എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുക, അങ്ങനെയൊക്കെ ആയപ്പം ഒത്തിരി ആൾക്കാരൊക്കെ വീഡിയോസ് കണ്ട് ഒരുവിധം ക്ലിക്കായി. അങ്ങനെ എനിക്കൊരു 10-25K ഫോളോവേഴ്സ് ടിക്ടോക്കിൽ വന്നു. അത് ഭയങ്കര വലിയൊരു നമ്പർ അല്ലെങ്കിൽ പോലും എനിക്കത് വലിയൊരു നമ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വന്ന് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് എങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എന്നെ ആൾക്കാർ കുറച്ചൊക്കെ അറിയുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, എനിക്കൊരു അന്തസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നമ്മുടെ റാസൽ കെമയിൽ റാക്ക് അക്കാഡമി സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ കൂടുതലും അവിടുത്തെ അറബ്സ് തന്നെയാണ്. അപ്പോൾ ആ 1-2 കുട്ടികൾ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട്, മിസ് ഐ സോ യു ഓൺ ടിക്ടോക്ക്, യുവർ വീഡിയോസ് വാസ് സോ നൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഈ പിള്ളേർ അറബ്സ് ആണ്, അവർ നമ്മളെ പച്ചമലയാളം വീഡിയോ ഒക്കെ കണ്ട് ഇതെങ്ങനെയൊക്കെ അവരുടെ ഫോർ യു പേജിലൊക്കെ എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷം, അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും പിന്നെ അതുപോലെ തന്നെ ചേട്ടനും പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ ടിക്ടോക്കിൽ വീഡിയോ എന്തായാലും ഇടുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ? യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അതിൽ നിന്ന് റവന്യൂ ഒക്കെ വരും, പൈസയൊക്കെ കിട്ടും എന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ചു ശരിയാണ്, ചുമ്മാ ഇങ്ങനെ എന്തായാലും വീഡിയോസൊക്കെ ഇതുപോലെ അല്ല, ചുമ്മാ അട്ടരോടുക്ക് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഞാൻ കുറേ നാൾ, എന്നിട്ടും എനിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ. ഇത് കുറേ കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി. എന്നിട്ട് കുറേ നാളായി. കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് തീരുമാനിക്കുന്നതും ബുദ്ധിമുട്ടി അതിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ അങ്ങ് ചാനൽ തുടങ്ങി. ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസ് കിട്ടും. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ കയറി ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടു, എനിക്കൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എന്നിട്ട് ഇൻസ്റ്റയിലും ഒക്കെ ഓൺ വോയിസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരൊക്കെ വന്നിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തങ്ങ് തകർക്കുമെന്നായിരുന്നു. പക്ഷേ എന്തിനു പറയുന്നു, 10-20 പേര് പോലും വന്നില്ലെന്ന്, അതൊന്നും വന്നില്ല. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയിലൊക്കെ ഉള്ളവര് കുറച്ച് പേര് കയറി സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തു. ആദ്യം ഞാൻ ഇട്ടത് ദുബായ് മാളിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു. അത് ഞാനും ഹസ്ബൻഡും കൂടെ ദുബായ് മാളിൽ പോണതും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് എത്ര പേര് കണ്ടു, എത്ര വ്യൂസ് ആയി. ആദ്യം 10, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും 10. അപ്പം ഞാൻ വീണ്ടും എടുത്തത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യണം. അയ്യോ എന്താണ് ആൾക്കാരും കാണാത്തത്, ആരെങ്കിലും ഒന്ന് കാണാത്തത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമം വരുന്നു കേട്ടോ. ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ആദ്യമേ നമ്മൾ തകർന്ന്, കാരണം നമ്മൾ ഒരുപാട് വ്യൂസ് ഒക്കെ പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടത്. എന്നിട്ട്
പിന്നെ പതുക്കെ 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 അതൊരു 10-300 വ്യൂസ് ഒക്കെ കിട്ടി. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് ബിഗിനേഴ്സിന്റെ വീഡിയോസ് ഉണ്ട്, ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ അവർ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം, ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്തിനാണ് ഡെയിലി വീഡിയോ ഇടണം, കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചുമ്മാ അങ്ങനെ ദോശയെങ്കിലും ചുട്ട് ഞാനങ്ങ് വീഡിയോ ഇടണം കേട്ടോ. എന്നിട്ടും അതിനൊന്നും വ്യൂസ് ഇല്ല. പിന്നെ എനിക്ക് സംഭവം മനസ്സിലായി, ഡെയിലി വീഡിയോ ഇട്ടിട്ടൊന്നും അല്ല കാര്യം, സംഭവം അതിൽ കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വ്യൂസ് കിട്ടുള്ളൂ എന്നുള്ള ഒരു സംഭവം എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെച്ചു ഓക്കെ, എന്തായാലും പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കുള്ള വീഡിയോസ് ഒക്കെ പിടിച്ചിടാം എന്നുള്ള. ഇങ്ങനെ പതുക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളെ സബ്സ്ക്രൈബർ കൗണ്ട് കൂട്ടാനുള്ള ഏറ്റവും പറ്റിയ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്സ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഷോർട്സ് വീഡിയോസ്, അതായത് ഒന്നും വേണ്ട, നമ്മൾ ഈ മിനി വ്ലോഗ്, നമ്മൾ ഈ ഡെയിലി വ്ലോഗ്സ്, നമ്മളൊന്നും ഇല്ലെങ്കിൽ രാവിലെ എണീച്ച് എന്താ ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഇതൊക്കെ മതി. നമ്മൾ കണ്ടോണ്ടിരിക്കാൻ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ ഞാനങ്ങനെ ഈ ഷോർട്സ് ഒക്കെ കുറച്ച് ഇട്ട് എൻ്റെ ഷോർട്സിനൊക്കെ കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് ഒരു 10, ഒട്ടുമിക്ക ഉള്ള ഷോർട്സും 5K എബോ എങ്ങനെ പോയാലും പോകുമായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് സബ്സ്ക്രൈബർ കൗണ്ട് കൂടി വന്നത്. 100 സബ്സ്ക്രൈബർ ഒക്കെ ആയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചേട്ടാ 100 പേരായി എന്നിങ്ങനെ. പക്ഷെ 100 പേരെന്ന് പറയുന്നത് 100 പേരാണ്. അവര് നമ്മളെ എന്താണ് വീഡിയോ അല്ലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടെ, അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. അങ്ങനെ ഒരുപാട് നാള് നീണ്ട പ്രയത്നത്തിനൊടുവിൽ ക്ഷമയും പ്രയത്നവും എല്ലാം കൂടെ ചേർന്നിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടി. അപ്പൊ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ മോണിറ്റൈസേഷന്, 1000 സബ്സ്ക്രൈബേഴ്സും വേണം. പിന്നെ 4000 വാച്ച് അവർ എന്നുള്ളൊരു കടമ്പ കൂടിയുണ്ട്. അപ്പം അതാണ് നമുക്ക് ഈ സബ്സ്ക്രൈബർ കൗണ്ട് എങ്ങനെയും കൂട്ടാം, അതായത് ഷോർട്സ് ഇട്ടെങ്കിലും നമുക്ക് കൂട്ടാം. പക്ഷെ 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. അത് ഈ ലോങ് വീഡിയോസിന് 4000 വാച്ച് അവർ, അല്ലെങ്കിൽ ഷോർട്സിന് 10 മില്യൺ വ്യൂസ്. എനിക്ക് എന്റെ പരിചയത്തിൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ സാറാ ബിന്ദു ഫാമിലി എന്ന് പറഞ്ഞിട്ട്, അവര് 3 പേരും കൂടെ ഫാമിലി ആയിട്ട്, ഹസ്ബൻഡ് വൈഫ് മോള്, അവരെ യൂട്യൂബ് ചാനൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ അവർക്ക് മോണിറ്റൈസേഷൻ ആയി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഏതോ ഒരു റീല് 10 മില്യൺ കഴിഞ്ഞ് അവർക്ക് വ്യൂസ് കിട്ടി. അപ്പൊ അവർക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആയി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രതീക്ഷ, നമുക്കാവും, നമ്മുടെ ചാനലും ആവും മോണിറ്റൈസേഷൻ. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അതായില്ല. 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ നിന്ന് ജോലി മതിയാക്കി തിരിച്ചു വരാനായിട്ട് ഉള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക്, അങ്ങനെ ആയപ്പോൾ സ്കൂളിൽ എല്ലാവരും പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സെൻഡ് ഓഫ് വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെൻഡ് ഓഫ് വീഡിയോ, സത്യം പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് കേട്ടോ. കാരണം എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്തിരുന്ന ഒട്ടുമിക്കുള്ള ടീച്ചേഴ്സും UK എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ചാനലുണ്ട്, കാരണം ഇങ്ങനെ പറയും, വലിയ ചാനലാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് പറയാം, നമ്മളെ ഈ ലൊട്ടിലൊടുക്ക കുട്ടി ചാനൽ, അതും 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണുള്ളത്, അതൊക്കെ പറയാനൊരു നാണക്കേട്. ചാനൽ വീഡിയോസ് ഒന്നും ഇട്ടാൽ വ്യൂസ് കിട്ടത്തില്ല. പക്ഷെ എങ്കിലും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ ഒരു സാറുണ്ടായിരുന്നു, മിസ്റ്റർ കോൾസ്കി എന്നാണ് പറയുന്നത്. പുള്ളി ഇത് കാണും, എന്തായാലും ഞാൻ പറയുന്നത് പച്ചമലയാളം കണ്ട് പുള്ളി കാണൂല. അപ്പൊ ഞാൻ പറയണം, സാർ ഞാനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഒന്ന് വീഡിയോ എടുത്തോട്ടെ. അപ്പൊ എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സാർ ഇത് വലിയ ചാനലൊന്നും അല്ല, വളരെ ചെറിയ ചാനലാ. സാർ ചോദിച്ചു എത്ര സബ്സ്ക്രൈബേഴ്സ്, ഹൗ മെനി സബ്സ്ക്രൈബേഴ്സ് യു ഹാവ്? അപ്പൊ ഞാൻ പറഞ്ഞു 1000 സബ്സ്ക്രൈബേഴ്സ്, ഐ ഡോണ്ട് ഈവൻ നോ 1000 പീപ്പിൾ ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒരു എൻകറേജ്മെന്റ് എനിക്ക് ആയി കേട്ടോ. അത് പുള്ളി നേരിട്ട് 1000 ആൾക്കാരെ പുള്ളിക്ക് അറിഞ്ഞൂടാ എന്നാണ് പുള്ളി പറഞ്ഞത്. നിനക്ക് 1000 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ഇല്ലേ, അത് ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര എൻകറേജ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഫ്ലൈ ചെയ്യുന്നതിന്റെ അന്നാണ് ആ വീഡിയോ, അതായത് നാട്ടിലോട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്നതിന്റെ അന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നാട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ അത് 1K കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് ഇട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ ഫസ്റ്റ് ലോങ് വീഡിയോ, അത് 10-15 മിനിറ്റോ എന്തോണ്, അത് 1K വ്യൂസ് കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വന്ന ജേർണി, ഞാൻ പിന്നെ എല്ലാം എനിക്ക് കണ്ടന്റ് ആയിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിൽ വന്നിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ അനിയത്തിയുടെ വെഡിങ് ആയിരുന്നു. ആ സമയത്ത് അവളുമായിട്ട് കല്യാണ സാരി എടുക്കാൻ പോയി, നമ്മുടെ ഡ്രസ്സ് എടുക്കാൻ പോയി, സ്വർണം എടുക്കാൻ പോയി, എല്ലാം എനിക്ക് കണ്ടന്റ്. അതിലൊക്കെ എനിക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസിനൊക്കെ എന്താണ് 2K വ്യൂസ് ഉണ്ടായിരുന്നു. അതായത് 1000 കഴിഞ്ഞുള്ള വ്യൂസ് ഒട്ടുമിക്കുള്ള എല്ലാ വീഡിയോസും ഞാൻ കണ്ടിന്യൂസ്ലി ഇടുന്നുണ്ടായിരുന്നു വീഡിയോസ്. അപ്പൊ കണ്ടിന്യൂസ് നമ്മൾ ഇടുമ്പോഴത്തേക്കുള്ള അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ്, നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടും.
പിന്നെ അത് മാത്രമല്ല നല്ല നല്ല വീഡിയോസ് കൂടെ ഇടണം കേട്ടോ, എങ്കിൽ മാത്രമേ വ്യൂസ് കിട്ടത്തുള്ളൂ. വന്ന് ഞാൻ അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയായി, ഇവിടെ നാട്ടിൽ ജോലിയായി, നാട്ടിൽ ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ ആറ്റിങ്ങൽ, അവിടെ അങ്ങനെ ജോലിയായി. ഞാൻ അവിടെ പോയി തുടങ്ങിയതിന് ശേഷം എനിക്ക് എനിക്ക് ഒട്ടും സമയമില്ലാതായി. പിന്നെ ഇവിടെ വീട്ടിൽ ഞാൻ ഗൾഫിൽ ഇത്ര നാൾ നിന്ന പോലെയല്ല, ഗൾഫിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മക്കളെ ആരെയും നോക്കണ്ട, മക്കൾ ഇവിടെ നാട്ടിലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം, ഞാൻ സ്വന്തമായി നമ്മളൊരു വീടായപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, മക്കളെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എനിക്ക് ഒരു ഷോർട്സ് പോലും ഇടാനുള്ള ടൈം കിട്ടാത്ത ഒരു അവസ്ഥയായപ്പോഴത്തേക്കും കുറേ നാളായപ്പോൾ എൻ്റെ ചാനൽ അങ്ങ് ശോഷിച്ചെന്ന് വേണം പറയാൻ. വ്യൂസ് ഒന്നുമില്ല. പക്ഷെ അപ്പോഴും എനിക്ക് മോണിറ്റൈസേഷൻ ആവാറായി നിൽക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഇടയ്ക്ക് ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു, നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവർ മാത്രം മതി എന്നുള്ളത്. പക്ഷെ എനിക്ക് വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ആ ഒരു മോണിറ്റൈസേഷൻ എനിക്ക് ആയി. 3000 വാച്ച് അവർ എനിക്ക് കഴിഞ്ഞു. അത് സന്തോഷമുണ്ട്, വളരെ ഹാപ്പിനെസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷത്തെ നീണ്ട കഷ്ടപ്പാടിനാണ് ഒടുവിലാണ് അത് ആ ഒരു മോണിറ്റൈസേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻകം കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ കൂടുതലും നമുക്ക് ഈ സൂപ്പർ സ്റ്റിക്കേഴ്സ്, സൂപ്പർ സ്റ്റാർസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, സൂപ്പർ ചാർട്ട്സ്. അതിലൊക്കെ ഈ ആൾക്കാർ നമ്മളെ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം അവർ ഈ സ്റ്റാർസ് ഒക്കെ സെൻഡ് ചെയ്ത് തരുന്നത്, സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പം അതൊക്കെ വളരെ എന്താണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് മാത്രം കിട്ടുന്നതാണ്, അല്ല നമുക്കൊന്നും അത് പറഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയാം. നമ്മളൊക്കെ പാവങ്ങൾക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോവാന്നല്ലാതെ നമുക്കൊന്നും അങ്ങനെയുള്ള ഒന്നും കിട്ടത്തില്ല. അപ്പൊ അത് സ്റ്റാർസും സ്റ്റിക്കേഴ്സും ഒക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അയക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടും അതാണ് അതിന്റെ കൺസെപ്റ്റ്. പക്ഷെ എനിക്ക് അങ്ങനെ അത് ഞാൻ ലാസ്റ്റ് പറയാം, എനിക്ക് പൈസ കിട്ടി തുടങ്ങിയോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഇടാൻ പറ്റാതായപ്പോഴത്തേക്കും കുറെ നാൾ കഴിഞ്ഞ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. വീഡിയോസ് ഒക്കെ നല്ല കാര്യമായിട്ട് ഞാൻ ഇത് ഡെയിലി ഇടുന്നുണ്ട്. പക്ഷെ എൻ്റെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്, 1000 ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കിനി 4000 അവർ ആവണം നമ്മൾ ആ വലിയൊരു മോണിറ്റൈസേഷൻ കിട്ടാനായിട്ട്. ആ വലിയ മോണിറ്റൈസേഷൻ ആയിരിക്കണം നമ്മുടെ എപ്പോഴത്തേക്കും എയിം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഡ്സിലൂടെ പൈസ കിട്ടത്തുള്ളൂ. എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മോണിറ്റൈസേഷൻ ആവാനായിട്ട് വളരെ കുറച്ച് വാച്ചവറും കൂടെ മതി. അതായത് ഞാൻ ഇനി ശിഷ്ടം കുറച്ച് വളരെ കുറച്ച് ഞാൻ അടുത്തിട്ടുണ്ട്. ഞാൻ അത്രയും നമ്മൾ സത്യം യൂട്യൂബ് ചാനൽ നമ്മൾ റവന്യൂവിന് വേണ്ടി മാത്രം തുടങ്ങരുത് കേട്ടോ. അതെല്ലാവരുടെയും നമുക്ക് അതൊരു പാഷൻ ആയിരിക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്, ഞാൻ മടുത്തിട്ടില്ല. എനിക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കില്ല, എനിക്ക് പൈസ വേണം എന്നുള്ള ചിന്ത എനിക്കില്ല. ഞാനത് ഒരു ഇഷ്ടത്തോടെ കൂടിയാണ് ഞാനത് വീഡിയോസ് ഇടുന്നത്. നമ്മൾ അത് വേണം, ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ സക്സസ്ഫുൾ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് തന്നെ എൻ്റെ വീഡിയോസ് പിന്നെ ഇരുന്ന് കാണാം. അത് അമ്മ പറയാറുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പറയും, കുഴപ്പമില്ലടി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അമ്മ കൂടെ ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വീഡിയോസ് എടുത്ത് കാണുമെന്ന് ഇങ്ങനെ പറയും. അപ്പൊ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നു, നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടെ ഉള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇരുന്ന് കാണുമ്പോൾ അതൊരു മെമ്മറി ആയിട്ട് നമുക്ക് കീപ്പപ്പ് ചെയ്യാം. അത് മാത്രമല്ല, കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, പുറത്തുള്ള കുറച്ച് ആൾക്കാർക്ക് അതും ഒരു എന്റർടൈൻമെന്റ് ആവട്ടെ, അതും ആവട്ടെ. പിന്നെ എന്തെങ്കിലും ഒരു നാൾ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ, അതില്ലെന്ന് പറയത്തില്ല, കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു. പക്ഷെ നമുക്ക് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അത് നമുക്ക് വേണം, എങ്കിൽ മാത്രമേ യൂട്യൂബ് മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ, യൂട്യൂബിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ വലിയ മോണിറ്റൈസേഷൻ ആയില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻകം ഒന്നും കിട്ടി തുടങ്ങില്ല. ഞാൻ സത്യം പോലെ തുറന്നു പറയും, ഞാൻ പല ആൾക്കാരെയും ഈ മോണിറ്റൈസേഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അവർക്ക് എത്ര ഇൻകം ഉണ്ട് എന്നൊക്കെ തംബ്നെയിൽ എഴുതിയേക്കും ഞാൻ അങ്ങനെ കയറി കാണാറുണ്ട് കേട്ടോ. അപ്പൊ അതില് പറയാറേ ഇല്ല, സത്യം തുറന്നു പറയാറില്ല ആരും. അപ്പൊ അത് ഞാൻ തുറന്നു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പുതിയതായിട്ട് തുടങ്ങിയ ചാനലുകാര്, നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും കുറെ നമ്മളെ പോലത്തെ കുഞ്ഞു ചാനലുള്ള ആൾക്കാരുണ്ട്, അത് പുതിയതായിട്ട് തുടങ്ങിയവരാണ്. അവർ വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പൊ നമ്മൾ തിരിച്ച് ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്യുമെന്നറിയോ, നമ്മൾ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോസിൽ കയറി ഒരു കമന്റ്, ആ വീഡിയോ കാണൂല അവര്, കണ്ടിട്ടല്ല കാണാതെ അതിൽ കമന്റ് ഇട്ടിട്ട് അപ്പൊ എന്നിട്ട് എന്റെ വീഡിയോ കാണുന്നില്ലേ, എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ഇടും. അവര് എന്ന് പറയുന്നത് അവർക്ക് വ്യൂസ് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്ക് വാച്ച് അവർ കൂട്ടിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട്
ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവര് യെസ്, അവർക്ക് അവരുടെ വീഡിയോസ് കാണാനായിട്ടാണ് അവരിങ്ങനെ വിളിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മളെ വീഡിയോസ് ഫുള്ള് കാണുന്നില്ലെങ്കിൽ നമുക്കൊരു ഉപയോഗമില്ല. നമ്മളെ വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ അത് ഡൗൺ ആയി പോകും. അപ്പൊ അത് വളരെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് വരും. ഞാനിത് പറയാൻ കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരിക്കൽ 1-2 വട്ടം പലവട്ടം വീഡിയോ ഇട്ട് കഴിഞ്ഞ എന്റെ 25 മിനിറ്റ്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ 5 മിനിറ്റ് പോലും ആവുന്നതിന് മുന്നേ അടിപൊളി വീഡിയോ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഈ ഒരു എത്ര ഡ്യൂറേഷൻ ആ ഒരു 25 മിനിറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് ഒരു കമന്റ്. പക്ഷെ അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നട്ടെ. വീഡിയോ കാണുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ദ്രോഹം ചെയ്യരുത്. ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. എന്തിന് കമന്റ് ഇട്ട് തിരിച്ചു വന്ന് ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ അടുത്തും തിരിച്ചു വന്ന് അവരൊക്കെ ചെയ്യുന്നത്. അവര് വന്ന് നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടായിരിക്കില്ല. അവരും ജസ്റ്റ് ബാക്കി ഉള്ള ആൾക്കാരും വന്ന് ജസ്റ്റ് കമന്റ് ഇട്ട് തൃപ്തിപ്പെടുത്തിയിട്ട് പോവുമായിരിക്കും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ വേണം. അവർ നമ്മളെ വീഡിയോ കാണണം. അതിനുവേണ്ടി നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതോടുകൂടി കൺക്ലൂഷൻ ആയി എന്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കണം. അപ്പൊ ഇനി അടുത്ത വീഡിയോ വരയ്ക്കും. ബൈ.